ഹായ് നമസ്കാരം. അപ്പോൾ നമ്മുടെ വനയാത്രകൾ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും മനോഹരമായ പ്രദേശത്താണ് ആര്യങ്കാവ് പഞ്ചായത്തിലെ ആനച്ചാടിയിലേക്ക് പോവുകയാണ്. ആനച്ചാടി എന്ന് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. വനത്തിൻ്റെ ഒരു വന്യത അറിയണമെങ്കിൽ കൊല്ലത്ത് ആനച്ചാടിയിൽ തന്നെ പോകണം. ആനച്ചാടിയുടെ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് പ്രശാന്തും രതീഷും എല്ലാം ഉണ്ട്. വീഡിയോ എടുക്കുന്ന ആളുടെ പേര് മലൈക്കാടൻ എന്നാണ്. മലൈക്കാടനല്ല, മലൈക്കാടൻ. അപ്പോൾ നമുക്ക് യാത്ര തുടരാം അല്ലേ? ഓക്കെ. അങ്ങനെ കൊല്ലം കാണാൻ ഇറങ്ങി തിരിച്ചാൽ കൊല്ലം കണ്ടു തന്നെ വരണം. കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയാണ് അമ്പനാടൻ മലനിരകളും ആനച്ചാടിയും. അതുപോലെ മൂന്നാറിനെ വെല്ലുന്ന പ്രകൃതി ഭംഗിയും തണുപ്പുമുള്ള മലനിരകളാണിത്. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ ലിമിറ്റഡിന്റെ അധീനതയിലാണ് ഇപ്പോൾ ഇവിടം. കൊല്ലം ജില്ലയിലെ ഏക തേയില മേഖലയാണ്. രാവിലത്തെ യാത്രയിൽ താഴെ ആനച്ചാടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇനി യാത്ര ചെയ്ത് വേണം ചെക്ക് പോസ്റ്റിലെത്താൻ. ഒരുപാട് ലയങ്ങളും തൊഴിലാളികളും ഒക്കെ ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് രാവിലെയും ഒരു KSRTC, വൈകിട്ട് ഒരു KSRTC, അല്ലാതെ ബസ് സർവീസ് ഒന്നുമില്ല കേട്ടോ. വളരെ മനോഹരമായ കാഴ്ചകൾ തരുന്ന ഒരു സ്ഥലമാണ് ആനച്ചാടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. നമ്മുടെ അമ്പനാടിന്റെ ഡിവിഷൻ തുടങ്ങുന്ന ഭാഗമാണ്. നമ്മുടെ കൊല്ലത്തെ ഏക തേയിലത്തോട്ടത്തിന്റെ കാഴ്ച മനോഹരം തന്നെയാണ്. ഞങ്ങൾ നല്ല മഴക്കാലത്താണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുഖകരമായ കാഴ്ചയാണ്. ഇടയ്ക്ക് മഴ പെയ്യും, തോരും, മഞ്ഞും മൂടും. മഴക്കാലത്ത് ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് യാത്ര ചെയ്യണം. കാരണം എപ്പോഴും ആനകളും കാട്ടുപോത്തും ഈ വഴിയരികിലൊക്കെ ഉണ്ടാകും. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം. നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ആനകളെ കാണണമെന്നില്ല. ഈ തേയിലത്തോട്ടത്തിന്റെ ഇടയിൽ കൂടിയാണ് ആനകളും കാട്ടുപോത്തും ഒക്കെ ഇറങ്ങി വരുന്ന പുലിയുടെ ശല്യമുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്ക് ഈ വശ്യമനോഹരമായ കാഴ്ച കാണുമ്പോൾ ഒരു പേടിയും തോന്നില്ല കേട്ടോ. എന്നെപ്പോലുള്ള സഞ്ചാരികൾക്ക് ഈ കാഴ്ചകൾ എത്ര കണ്ടാലും മതി വരില്ല. നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മുടെ പ്രേക്ഷകർക്ക് എത്തിക്കണമല്ലോ. ആനച്ചാടിയിലേക്ക് നേരത്തെ സൗജന്യ യാത്രയായിരുന്നു. പക്ഷേ ഇപ്പൊ ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസും വാഹന നമ്പറും എല്ലാം കൊടുക്കണം. അതുപോലെ തന്നെ 100 രൂപ ഒരാൾ അടയ്ക്കണം. ഒരാൾക്ക് 100 രൂപ വെച്ച് 4 പേരുണ്ടെങ്കിൽ 400 രൂപ. അങ്ങനെയാണ് യാത്ര. വാലാട്ടെന്നല്ലേ പേരെന്തോ? എന്റെ മീരാൻ. അങ്ങനെ മീരാൻ. നിങ്ങളെ സ്വീകരിക്കാൻ ആളിരിക്കുന്നുണ്ടോ? പേടിയാണ്. പൈസ അടച്ചു കഴിയുമ്പോൾ നമുക്കൊരു പ്രവേശന പാസ് തരും. അത് കയ്യിൽ വെച്ചിരിക്കുക. ഫോറസ്റ്റുകാരെങ്ങനെ ചോദിച്ചാൽ കൊടുക്കാം. ആരും ചോദിക്കില്ല. എങ്കിലും നമ്മൾ അങ്ങോട്ട് പോയതിനൊരു രേഖ വേണം. എത്ര പേര് പോയെന്ന് അവർക്ക് അറിയണമല്ലോ. കൊല്ലം എത്ര സുന്ദരമെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ആനച്ചാടി ഡിവിഷനിലാണ്. അമ്പനാട് ആനച്ചാടി ഡിവിഷൻ. നിങ്ങൾക്കറിയാം, കൊല്ലം ജില്ലയിലെ ഏക തേയിലത്തോട്ടം. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട എന്ന് പറയുന്ന ഒരു മൂന്നാറിനെ വെല്ലുന്ന സൗന്ദര്യം തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്തെ കെട്ടിടങ്ങളൊക്കെയാണ് പിന്നെ കാണുന്നത്. ഇത് നമ്മുടെ അമ്പനാട് ആനച്ചാടി ഓഫീസാണ്. അപ്പോൾ ഇവിടെ ഒരു കണ്ടസ്വാമി കോവിലുണ്ട്. അപ്പോൾ തമിഴ് വംശജരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. നല്ല മനോഹരമായ അമ്പനാടിൻ്റെ കാഴ്ചകളിലേക്കും ആനച്ചാടിയിലേക്കും നിങ്ങളെല്ലാവരെയും ഗ്രീൻ മീഡിയ ചാനൽ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ വന്നോളി. ഈ തേയിലത്തോട്ടവും പച്ചപ്പും കോടമഞ്ഞുമൊക്കെ കാണുമ്പോൾ നമ്മുടെ ലാലേട്ടൻ സിനിമകളിലെ ചില സീനൊക്കെ ഓടി വരും മനസ്സിലേക്ക്. പക്ഷെ പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് പാട്ട് പാടുന്നില്ല കേട്ടോ. ഡിവിഷനിലേക്ക് കടക്കുമ്പോൾ ആദ്യം കാണുന്നത് നമ്മുടെ കറുപ്പസ്വാമി കോവിലിന്റെ ബോർഡാണ്. ഇതാണ് കറുപ്പസ്വാമി കോവിൽ. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ സുഹൃത്തുക്കൾക്കും വളരെ ഹാപ്പിയായി. അരുണും രതീഷും പ്രശാന്തും. ഈ തോട്ടങ്ങളുള്ള സ്ഥലത്തൊക്കെ ലയങ്ങൾ ധാരാളം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഒരുപാട് തമിഴ് വിശ്വാസികളാണ് ഇവിടുത്തെ ജോലിക്കാരും ഇവിടുത്തെ താമസക്കാരുമല്ല. അവർ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോവിലുകളും മുത്താരമ്മൻ കോവിലുകളും ഒക്കെ ധാരാളം കാണും. കറുപ്പസ്വാമിയാണ് ഇവരുടെ പ്രധാന പ്രതിഷ്ഠ. അപ്പോൾ ഇവിടെ താഴെ ചെല്ലുമ്പോൾ ഒരു കറുപ്പസ്വാമി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം. ഞാൻ അവിടോട്ട് കാണാൻ പോവുകയാണ്. താഴെ നിബിഡ വനമേഖലയാണ്. ആനകളും കാട്ടുപോത്തും എല്ലാം നടന്നു പോകുന്ന സ്ഥലമാണ്. നോക്കി പോകണമെന്ന് പറഞ്ഞാണ് ഞങ്ങളെ വിട്ടത്. വളരെ നിശബ്ദമായ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ എന്ത് രസമാണെന്ന് നോക്കെ. കറുപ്പസ്വാമിയുടെ ഒരു പ്രതിഷ്ഠയും അതിനു ചുറ്റും വനമേഖലയും തോട്ടവും ഒക്കെ. വനയാത്രയിൽ ഇതുപോലെ മലദൈവങ്ങളും ഒക്കെ കുടിയിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഞാനതായിരുന്നു നാണയമൊക്കെ വെച്ച് പ്രാർത്ഥിച്ചാണ് പോകുന്നത്. ഞാനൊരു ഭക്തനാണ് കേട്ടോ. അതുകൊണ്ട് എന്റെ സുരക്ഷ ഞാൻ നോക്കും. തേയിലയുടെ കൊളുന്തുകൾക്കിടയിൽ പിടിച്ചു നിൽക്കുന്ന ഒരു നീല പൂവ് കണ്ട്, നിലക്കൊടുവേലി എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ എന്തൊരു മനോഹരമായ കാഴ്ചയാണ്. ചെറിയ ചെറിയ കാഴ്ചകൾ പോലും മനോഹരമാക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ കൂടെ വന്ന രതീഷൊക്കെ സെൽഫി എടുത്ത് മരിക്കുകയാണ്. തിരുവനന്തപുരത്തുകാരാണ് കേട്ടോ. പക്ഷേ എങ്കിലും കൊല്ലത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തു നിന്ന് ആൾക്കാർ വരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മുടെ ആ പൂവുണ്ട്, കോളാമ്പി പൂവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പം അതൊരു സൗന്ദര്യമുള്ള കാഴ്ചയാണ്. ആനച്ചാടിയുടെ കാഴ്ചകൾ കൊണ്ട് മുന്നോട്ട് പോകും തോറും നമ്മുടെ പ്രകൃതിയുടെ മട്ടും ഭാവവും ഒക്കെ മാറി മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ തേയിലകളുടെ ആ ഒരു കാഴ്ച, അതുപോലെ തന്നെ കൊളുന്തു തുറന്ന് ചേച്ചിമാരൊക്കെ രാവിലെ വന്നിട്ട് പോയി
പല ഭാഗത്തും പല സമയത്താണ് കൊളുന്ത് നുള്ളുന്നതെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ എങ്ങും കണ്ടില്ല. ഇനി പോകുന്ന വഴിക്ക് കാണാൻ പറ്റുമായിരിക്കും. വളരെ മനോഹരമായ വ്യൂ പോയിന്റുകളാണ് കേട്ടോ. എന്ത് രസമുള്ള കാഴ്ചയാണ്. എന്നോടൊപ്പം വന്ന സുഹൃത്തുക്കളൊക്കെ നിന്ന് സെൽഫി എടുപ്പും പ്രകൃതി ദൃശ്യങ്ങളൊക്കെ പകർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും പരമാവധി വീഡിയോകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുവിൽ കൂടിയുള്ള ആ കാഴ്ച, അതുപോലെ തന്നെ പൈൻ മരങ്ങളുടെ കാഴ്ച, ഓറഞ്ച് മരങ്ങളുടെ കാഴ്ച, ജാതി മരങ്ങളുടെ കാഴ്ച, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ. ഗ്രാമ്പൂ പൂക്കുന്ന സമയമല്ല, അല്ലെങ്കിൽ നല്ല ഗ്രാമ്പൂവിന്റെ മണമൊക്കെ ഏറ്റ് നമുക്ക് യാത്ര ചെയ്യാൻ കഴിയും. പക്ഷെ ഒരു കാര്യമുണ്ട്, സൂക്ഷിച്ച് യാത്ര ചെയ്യണം. ഈ പാതയിൽ ഒരു പ്രശ്നമുണ്ട്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു വണ്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ പ്രയാസമാണ്. ഇടത് സൈഡിന് ഭയങ്കര കൊക്കയാണ്. സൈഡൊക്കെ നോക്കി ഒതുക്കിയില്ലെങ്കിൽ പണിയാകും. അല്ലെങ്കിൽ റിവേഴ്സ് എടുത്ത് ഇടമുള്ള സ്ഥലത്ത് വന്ന് മറ്റേ വണ്ടി പറഞ്ഞു വിടേണ്ടി വരും. ഇതൊക്കെയാലും ആനകളൊക്കെ ഇറങ്ങി വണ്ടി നിർത്തിയിട്ട് ഇറങ്ങി നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞങ്ങളോടൊപ്പം വന്ന ഞങ്ങളെ 2 സുഹൃത്തുക്കളും ദൂരെ നിന്ന് വരുന്നുണ്ടല്ലോ, അതും ഒരു കാഴ്ചയാണ്. അപ്പോൾ മനോഹരമായ ദൃശ്യഭംഗി ഒരുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ആനച്ചാടി. ആനച്ചാടിയിലെ യാത്ര നമുക്ക് മഴക്കാലത്താണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അട്ടകളുടെ ശല്യം ഭയങ്കരമാണ് കേട്ടോ. നിങ്ങൾ പോകുന്ന ഒരു സാനിറ്റൈസറോ പുകയിലയോ ഉപ്പോ ഒക്കെ കൊണ്ടുപോകണം. ഈ കാണുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വാർത്തയിൽ നിറഞ്ഞെന്ന ഒരു റിസോർട്ട് നിർമ്മാണമാണ്. വനത്തിൽ അനധികൃതമായി കയ്യേറ്റം ചെയ്ത റിസോർട്ട് പണിയെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതിനൊക്കെ റവന്യൂ വകുപ്പ് സ്റ്റേ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വനങ്ങളിലേക്കുള്ള കയ്യേറ്റം കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ യാത്രയിലൊക്കെ. ആനച്ചാടി ഡിവിഷനിലേക്ക് കയറുമ്പോൾ നമ്മൾ ഇനി വനപ്രദേശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കാണുന്ന ഉജ്ജയിനി അമ്മാൾ കോവിലാണ്. അപ്പോൾ നമ്മുടെ ഈ കാനന ക്ഷേത്രങ്ങൾ ഒരുപാടുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങളിപ്പോൾ അവിടെ ഒന്ന് തൊഴുതിട്ടൊക്കെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആരൊക്കെയോ പൂവും പുഷ്പവും ചന്ദനത്തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഈ കാനനക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ വന്യമൃഗങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്ത് പോകാനായിട്ടാണ് നമ്മളിങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പൂവും അതുപോലെ തന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുന്നത്. ഇതൊക്കെ നല്ല അടിപൊളി സൈലൻ്റ് ഏരിയയാണ് കേട്ടോ. വഴിയൊക്കെ ഇത്തിരി മോശമാണ് കേട്ടോ. കാരണം നമ്മൾ സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ഇടത്തോട്ടങ്ങൾ മറിഞ്ഞു പോയാൽ പണി കിട്ടും. അതുകൊണ്ട് യാത്രക്കാരൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചു പോകണം. 2 വീലർ വലിയ റിസ്ക് ഇല്ലാതെ ഓടിച്ചു പോകാം. നല്ല വണ്ടി ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓഫ് റോഡ് ബൈക്കുകളാണ് ഏറ്റവും നല്ലത്. കാരണം പല സ്ഥലങ്ങളിലും റോഡ് വളരെ മോശമാണ്. വന്യജീവികൾ വിഹരിക്കുന്ന കാട്ടിലേക്കാണ് പ്രശാന്തും രതീഷുമൊക്കെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായ കാഴ്ചകൾ തരാൻ വന്നതാണ്. അങ്ങനെ വന്നപ്പോൾ മരത്തിന് ചുവട്ടിൽ കുറച്ച് പാത്രങ്ങളും ബാഗുകളും കൊളുന്തൊക്കെ നുള്ളിയിരിക്കുന്നു. അപ്പോൾ നുള്ളിയ കൊളുന്തൊക്കെ കൊണ്ട് ചേച്ചിമാരൊക്കെ നടന്നു വരുന്ന കാഴ്ചകൾ കാണാം. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, അല്ലെങ്കിൽ കൊളുന്ത് നുള്ളുന്നൊക്കെ എടുക്കായിരുന്നു. ഇനി ഒരു ഉച്ച കഴിഞ്ഞേ കൊളുന്ത് നുള്ളൂ. കാരണം ഈ ഭാഗത്ത് മഴയില്ല. ഞങ്ങൾ വന്ന വഴിക്ക് നല്ല മഴയായിരുന്നല്ലോ. അതായത് ഇവിടെ വളരെ ഡേഞ്ചർ സ്പോട്ടാണെന്നാണ് സൂപ്പർവൈസർ ഏട്ടൻ പറഞ്ഞത്. ആനകൾ ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ചേച്ചിമാർ കൊളുന്തൊക്കെ നുള്ളി വെക്കുന്നത് കണ്ടല്ലേ. ഇവിടുന്ന് ആനകൾ വന്നാൽ താഴോട്ട് ഇറങ്ങി നടന്നു പോകാനേ പറ്റും. ആനയും കൂടെ ഇറങ്ങുമെന്നാ പറയുന്നത്. അത് ശരിയാണ്. ആനയ്ക്ക് ഏത് ഭാഗത്ത് ഇറങ്ങാനല്ലോ, ഈ റോഡ് കണ്ട് കിടക്കുന്നത്. ആനകളുടെ സൈഡിനൊക്കെ വന്നിട്ട് കുത്തിപ്പൊളിച്ചിട്ടേക്ക് നമുക്ക് കാണാം. ആനകള് ഇടയ്ക്കിടയ്ക്ക് പോകുന്ന വഴിക്കൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ അവർ കൊമ്പ് വെച്ച് കുത്തിപ്പൊളിക്കും. ഏതായാലും ഞങ്ങൾ വീണ്ടും അടുത്ത ഒരു സ്ഥലത്തേക്ക് വന്ന് കോട ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. മഴ പെയ്യാനുള്ള ചാൻസ് ആയി തുടങ്ങി. കോട ഇറങ്ങി, അതുപോലെ തന്നെ ഇടിമുഴക്കൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഈ മഴക്കോള് വന്നപ്പോഴത്തേക്ക് അന്തരീക്ഷം അങ്ങ് മാറി. മഴ വീണ്ടും പെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മുടെ കൂടെ വന്നവരൊക്കെ ഇറങ്ങി കോട്ടൊക്കെ എടുത്തിടാനുള്ള പരിപാടിയാണ്. മൂടൽ മഞ്ഞിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കോട ഇറങ്ങുന്ന കാണാൻ നല്ല രസമാണ് കേട്ടോ. മുകളിൽ നിന്ന് നമുക്ക് ആസ്വദിക്കാം. വളരെ ഉയരത്തിൽ നിൽക്കുന്ന മലകളുടെ മുകളിൽ കൂടി ഇങ്ങനെ പുകമഞ്ഞിങ്ങനെ പറന്നു വരുന്നൊരു കാഴ്ച വളരെ മനോഹരമാണ്. അത് നേരിട്ട് കണ്ട് ആസ്വദിക്കണം. കൊല്ലത്തെ കാഴ്ച കണ്ടോ? ഇതാണ് കൊല്ലത്തിന്റെ ആനച്ചാടി. കോട മഞ്ഞ് വന്ന് ഇറങ്ങി മൂടി നടക്കുന്നുണ്ടോ? മലനിരകളെല്ലാം മാഞ്ഞു പോയി. ഞങ്ങൾ ഇന്നപ്പോൾ പെരുമഴയായിരുന്നു. ആ പെരുമഴയത്ത് ഞങ്ങൾ നനഞ്ഞിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ആഹാ, കൊല്ലത്തിന്റെ കാഴ്ചകൾ. ആനച്ചാടിയിലേക്ക് വരൂ മക്കളെ, ഓടി ഓടി വരൂ. അടിപൊളി കാഴ്ചകളാണ്. നല്ല മഴക്കാലത്ത് തന്നെ ഇതുവഴി വരണമെന്ന് പറയില്ല. കാരണം ആനകളുടെ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ ഇനി കുറച്ചങ്ങോട്ട് പോകും. നിബിഡ വനമേഖലയാണ്. ഞങ്ങൾ വന്നപ്പോൾ നല്ല സൂപ്പർ കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ടും റീൽസും ഒക്കെ ഷൂട്ട് ചെയ്യാണ്. രതീഷ് കരമന പാട്ടുകാരനാണ് കേട്ടോ. പ്രകൃതിയുടെ ഭാവങ്ങൾ എത്ര പെട്ടെന്നാണ് മാറി മറിഞ്ഞു വരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ മലകൾ മൊത്തം കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ മലയുടെ മുകൾ വശം ഒന്നും കാണാൻ പറ്റത്തില്ല. കോട മഞ്ഞിറങ്ങി. സന്തോഷമാണല്ലോ എല്ലാം. യാത്രക്കിടയിൽ കൊച്ചുകുട്ടികളെ പോലെ മഴയത്ത് കുത്തിമറിയുകയാണ് ഞങ്ങൾ. ഏതെങ്കിലും ഇങ്ങനെയുള്ള അവസരങ്ങളാണല്ലോ നമുക്ക് ഏറെ സന്തോഷിക്കാൻ കഴിയുക. സന്തോഷിക്കാൻ പറ്റിയ കൂട്ടുകാരുമാണ് ഒപ്പം കൂടിയത്. ആര്യങ്കാവ് പഞ്ചായത്തും കുറെ കഴിയുമ്പോൾ തെന്മല പഞ്ചായത്തും ഒക്കെ ഇങ്ങനെ ഇഴുകി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ വനമേഖലകൾ. ഏതായാലും കാഴ്ചകൾക്ക് ഒരു പഞ്ഞവുമില്ലാത്ത സ്ഥലമാണ്. നമ്മളങ്ങനെ
കാഴ്ചകൾ കണ്ട് കണ്ട് നല്ലൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അങ്ങനെ താഴെ മത്താപ്പ് അമ്പനാടിന്റെ ഗേറ്റ് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ തണുത്ത് പറിച്ചൊരു പരുവായി കേട്ടോ. അപ്രതീക്ഷിത മഴയായിരുന്നു, അതുകൊണ്ട് വലിയ കരുതലൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തണുത്തിങ്ങനെ നിൽക്കുകയാണ്. ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് വിറയിലും കൂടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇവിടുന്ന് വീണ്ടും മേലോട്ടാണ് പോകുന്നത്. അപ്പോൾ വ്യൂ പോയിന്റിൽ എത്തിയാൽ മനോഹരമായ കാഴ്ച കാണാൻ കുറച്ച് ചേട്ടന്മാരൊക്കെ വെയിറ്റിംഗ് ഷെഡിൽ വന്നിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ആ ഗേറ്റ് ആണ് കാണുന്നത്. അവിടെ നേരെ നമ്മൾ താഴോട്ട് പോകുമ്പോഴാണ് നമുക്ക് കരുത്തുരുട്ടിയിലും അതുപോലെ നെടുമ്പാറയിലും ഒക്കെ എത്താൻ കഴിയുക. അങ്ങനെ വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ മുകളിലേക്ക് പോവുകയാണ്. നമുക്ക് അച്ചൻകോവിൽ റൂട്ടിലെ വ്യൂ പോയിന്റ് ആണ് കാണേണ്ടത്. വളരെ മനോഹരമായ വ്യൂ പോയിന്റ്, അധികം ആരും എത്താത്തൊരു സ്ഥലമാണ്. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളും അവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പാണ്. തേയിലത്തോട്ടങ്ങളുടെ നടുക്കൂടി കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി. അതുകൊണ്ട് പെട്ടെന്ന് തിരിച്ചു വരണം. മഴക്കാലമായിക്കാൽ പിന്നെ സന്ധ്യ സമയത്ത് വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഏതായാലും നല്ല കാഴ്ചകളാണ് കേട്ടോ. കൊല്ലം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുമല്ലേ സഞ്ചാരികളെ കാത്ത്. അതുകൊണ്ട് ഇതേ നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. അരുണ്ടാൽ എന്ന് പറയുന്ന ഗ്രാമമാണ്. തമിഴ്നാട്ടുകാരും നമ്മുടെ കേരളീയരും എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് ഉള്ള സ്ഥലമാണ് കേട്ടോ. കാരണം ഈ തോട്ടം തൊഴിലാളികൾ ഏറെയും തമിഴരാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ അരുണ്ടാൽ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ജംഗ്ഷനിൽ കാണുന്ന ഗണപതി കോവിലിന്റെ സൈഡിന് കൂടി നമ്മളെ ഒരു വ്യൂ പോയിന്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. നേരെ കയറി പോകുന്നതാണ് വ്യൂ പോയിന്റ്. ഇത് അച്ചൻകോവിൽ റോഡാണ്. നമുക്ക് വ്യൂ പോയിന്റ് വരെ പോകാൻ പറ്റും. കാരണം അവിടുന്ന് ആരെയും കടത്തിവിടില്ല. ഫോറസ്റ്റിന്റെ ഒരു പോസ്റ്റ് അങ്ങ് വനത്തിന്റെ നടുവിലുണ്ട്. കാരണം വന്യമൃഗങ്ങളുടെ ഭയങ്കര ശല്യമാണ്. പണ്ടൊക്കെ യാത്രയുണ്ടായിരുന്നു, ജീപ്പുകൾ പോകും, അതും ഫോറസ്റ്റ് ജീപ്പുകൾ മാത്രം. നമ്മുടെ യാത്രയുടെ ഒരു ഘട്ടം എത്തിയിരിക്കുന്നു. നല്ല മഴയാണ്. ഒരു മൈലിരുന്ന് മഴ നനയുന്നു, അതുപോലെ ഞങ്ങളും നനയുന്നു. ഈ ഭാഗത്തൊക്കെ നോക്കി പോകണം. കാരണം ഇവിടെയാണ് ആനയും കാട്ടുപോത്തും എല്ലാം ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങൾ. വന്യമൃഗങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യണം. അത്രയ്ക്ക് നിരന്ന സ്ഥലമാണ്. ഏത് ഭാഗത്തുനിന്നും ഇറങ്ങി വരുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും ആ കാണുന്ന കാഴ്ച ഒരു മഞ്ഞു മൂടിയ കാഴ്ചയാണ്. ദൂരെയും നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ പാറക്കൂട്ടങ്ങൾ കഴിഞ്ഞ് വളഞ്ഞു കയറി ചെല്ലുമ്പോഴായിരിക്കുമല്ലോ നമ്മുടെ വ്യൂ പോയിന്റ്. ആ വ്യൂ പോയിന്റിന്റെ ദൃശ്യം തന്നെയാണ് നമുക്ക് ആവശ്യം. മഴയെ അവഗണിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണ് വ്യൂ പോയിന്റിലേക്ക്. ഏതായാലും കോടയൊക്കെ വന്നു തുടങ്ങി. ആ പോകുന്ന വഴിക്കൊക്കെ ആനകൾ കണ്ടോ സൈഡൊക്കെ കുത്തി ഇളക്കി ഇട്ടിരിക്കുകയാണ്. ഏതായാലും നമ്മൾ വ്യൂ പോയിന്റിലെത്തി. അടിപൊളിയാണ് കേട്ടോ. മഴ കനക്കുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് ഇറങ്ങി നിന്ന് കുറച്ച് ഷൂട്ട് ചെയ്യും. അതായത് മൈക്കൊന്നും വെക്കാൻ പറ്റില്ല, മൈക്കിലൊക്കെ വെള്ളം വീഴും. അതുകൊണ്ട് നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടിൽ മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അത് ചിലപ്പോൾ സൗണ്ടൊക്കെ ഇച്ചിരി കുറച്ചേ കേൾക്കൂ. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ വളരെ സാഹസികമായി യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. അപ്പോൾ ദേ വരുന്നു കാഴ്ച. ആനച്ചാടിയിലെ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. എന്ത് രസമുള്ള കാഴ്ചയാണ് നോക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാത്തൊരു സ്ഥലമായിരിക്കും. അച്ചൻകോവിൽ പോകുന്ന റൂട്ടാണ് ഇത് കേട്ടോ. നമ്മൾ താഴെ മെത്താപ്പിൽ വന്നിട്ട് വലത്തോട് തിരിഞ്ഞ് വ്യൂ പോയിന്റ് ബോർഡിരിപ്പുണ്ട്. അടിപൊളിയാണ്. നല്ല മഴ സമയത്താണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിൽ തന്നെ മഴ നനഞ്ഞുകൊണ്ട് നമ്മുടെ കൊല്ലത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാഴ്ച തരികയാണ്. ഇങ്ങനെ ദൂരെ നമ്മുടെ തേയില ഫാക്ടറിയിൽ വർക്ക് നടക്കുന്ന കാഴ്ചയൊക്കെയാണ് കാണുന്നത്. വനനിബിഡതയുടെ പശ്ചാത്തലവും തേയിലത്തോട്ടവും എന്ന് വേണ്ട മഞ്ഞ് പെയ്യുന്ന മാമലകൾ എന്ന് പറയുന്ന പോലെ നമ്മുടെ കൊല്ലത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ആൾക്കാരൊക്കെ. എന്തൊക്കെയായാലും മഴക്കാലത്ത് വരുമ്പോഴാണ് കൂടുതൽ സൗന്ദര്യം എന്ന് തോന്നുന്നു. എല്ലാവരും സെൽഫിയൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. പക്ഷേ ഒരു കാര്യം മുൻകൂർ പറയാം, ഇവിടെ വരുമ്പോൾ വലിയ അപകട മേഖലയാണ്. അങ്ങോട്ട് മുന്നോട്ടൊന്നും പോരുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രദേശമാണ് ആനച്ചാടി. അധികം ആരും സഞ്ചാരികൾ എത്താത്ത ഒരു സ്ഥലം കൂടിയാണ്. ആഹാ, എത്ര മനോഹരമായ കാഴ്ചകൾ വേണ്ടോ. നമ്മുടെ കൊല്ലത്തിന്റെ ആനച്ചാടി വഴി ഇങ്ങോട്ട് വരുമ്പോൾ അച്ചൻകോവിൽ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മത്താപ്പിൽ വന്ന് വലത്തോട് തിരിഞ്ഞ് വന്നാൽ അതിമനോഹരമായ കാഴ്ചകൾ അടിച്ചു പൊളിച്ച് കണ്ട് ആസ്വദിച്ച് പോകും. അപ്പോൾ ഗ്രീൻ ഡിവിഷൻ യാത്രകൾ അവസാനിക്കുന്നില്ല. യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എല്ലാവരും ഒപ്പം വന്നോളിൽ.